ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ജയശ്രീ. നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് പത്രത്തിലെ വാർത്ത കണ്ടിട്ടാണ്. ഇന്ന് ഷിഗല്ല ഇത്ര പേർക്ക് സ്ഥിരീകരിച്ചു. ഇന്നത്തെ ഒടുവിലത്തെ ന്യൂസ് അനുസരിച്ച് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ 138 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 5 പേർ ഷിഗല്ലോസിസ് കാരണം മരണപ്പെട്ടു എന്നാണ്. അതിൽ നിന്ന് തന്നെ ഷിഗല്ലയുടെ ഒരു അവബോധം എല്ലാവർക്കും വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്താണ് ഈ ഷിഗല്ല? എങ്ങനെ ഷിഗല്ലോസിസിൽ നിന്ന് രക്ഷപ്പെടാം? നമുക്ക് അതേപ്പറ്റി ഇന്ന് സംസാരിക്കാം. ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്, സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു ബാക്ടീരിയ. ഷിഗല്ലയുടെ പ്രാധാന്യം അതിൻ്റെ വിർലൻസാണ്, അതിൻ്റെ വീര്യം. കാരണം നമ്മൾക്കൊരു സാൽമണല്ല ഫുഡ് പോയ്സണിങ് വന്നാൽ ഏകദേശം 10,000 തൊട്ട് 1,00,000 വരെ സാൽമണല്ല നമ്മളെ ഗട്ടിലുണ്ടാവും. പക്ഷേ ഒരു 10 ഷിഗല്ല ബാക്ടീരിയ ഗട്ടിൽ ചെന്നാലും നമുക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടാവും. അതാണ് ഷിഗല്ലയുടെ പ്രാധാന്യം. ഷിഗല്ല നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ ഒരു 4 ദിവസത്തിനകത്ത് 1 തൊട്ട് 4 ദിവസം വരെ സമയമെടുക്കും ഷിഗല്ലയ്ക്ക് അതിൻ്റെ സിംറ്റംസ് കാണിക്കാൻ വേണ്ടി. എന്താണ് ഷിഗല്ലോസിസിലെ സിംറ്റംസ്? നമുക്ക് ആ ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ ശക്തമായ പനി, അതുപോലെ വയറിളക്കം എന്നുള്ളത് രക്തമയം കടന്ന വിസർജനമാകാം, മ്യൂക്കസോ പസ്സോ പഴുപ്പോ ചേർന്ന വിസർജനമാകാം. ഇതിനേക്കാളെല്ലാം ശക്തമായി ഷിഗല്ലോസിസ് എന്ന് സംശയിക്കാൻ നമുക്ക് ഹിന്റ് തരുന്നത് വയറുവേദനയാണ്. അത് ശക്തമായ വയറ്റുവേദന. കാരണം ഷിഗല്ല ബാക്ടീരിയ ഗട്ടിൽ ചെന്ന് കോളനിൽ ചെന്ന് കോളൻ്റെ സ്ഥലം പിയേഴ്സ് ചെയ്ത് അകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി പസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ശക്തമായ ഒരു ഇൻഫ്ലമേഷൻ കോളനിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ശക്തമായ വയറ്റുവേദന. പിന്നെ ഓരോ തവണ മലവിസർജനം കഴിഞ്ഞാലും വീണ്ടും പോകണം എന്നുള്ള ഒരു തോന്നൽ. അതിനെ മെഡിക്കൽ ശാസ്ത്രത്തിൽ ടെനിസ്മസ് എന്നാണ് പറയുന്നത്. ആ ടെനിസ്മസ് പിന്നെ നോസ്യ ഉണ്ടാവാം, ഛർദിലുണ്ടാവാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം പരിണതഫലമായ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം. പിന്നെ ഡീഹൈഡ്രേഷൻ്റെ പരിണതഫലമായിട്ട് കിഡ്നി അഫക്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ഷിഗല്ലോസിസ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നത്? അതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയേണ്ടത്. ഷിഗല്ലോസിസ് പകരുന്നത് ഷിഗല്ലോസിസ് വന്ന ഒരു വ്യക്തിയുടെ, ഒരു പേഷ്യൻറ്റിൻ്റെ വിസർജനത്തിൽ നിന്നാണ് അത് മറ്റൊരാൾക്ക് പകരുന്നത്. അപ്പോൾ ആ വിസർജനം ഏത് വഴിയൊക്കെയാണ്? 5 റൂട്ടാണ് പറയുന്നത്. 5 റൂട്ടാണ് നമ്മുടെ മെഡിക്കൽ ശാസ്ത്രത്തിൽ പറയുന്നത്. ഒന്ന് ഫിംഗേഴ്സ്. കാരണം വിസർജിച്ച് പ്രോപ്പറായിട്ട് കൈ വാഷ് ചെയ്യാതെ പുറത്തിറങ്ങിയ ഡോറിൽ അല്ലെങ്കിൽ ടേബിളിൽ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളിൽ ഇതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷിഗല്ല ബാക്ടീരിയ അവിടെ എല്ലാം ഉണ്ടാവും. അതിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടും. 2, ഫുഡിലേക്ക്. ആ ബാക്ടീരിയ വിസർജനം ഫുഡുമായിട്ട് കലരാനുള്ള ഒരു സംബന്ധിച്ചാൽ വെള്ളത്തിൽ കൂടെ പലപ്പോഴും വെള്ളം കണ്ടാമിനേറ്റ് ചെയ്ത് ഷിഗല്ല ബാക്ടീരിയ കൊണ്ട് കണ്ടാമിനേറ്റ് ചെയ്ത് ആ വെള്ളത്തിൽ കൂടെ നമുക്ക് പകർന്നു കിട്ടാം. പിന്നെ ഫ്ലൈസ്, വിസർജനത്തിൽ ഫ്ലൈസ് വന്നിരുന്നിട്ട് ആ ഫ്ലൈസ് നമ്മുടെ ഫുഡിൽ അല്ലെങ്കിൽ പുറത്ത് വെൻഡേഴ്സിലിരിക്കുന്ന ഫ്രൂട്ട്സിലും മറ്റ് ഫുഡ് പ്രോഡക്ട്സിലൊക്കെ ഇരുന്നിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കഴിക്കുമ്പോൾ വരാം. പിന്നെ ഫോമൈറ്റ്സ്, ഷിഗല്ലോസിസ് ബാധിച്ച രോഗി വന്ന് മറ്റ് സാധനങ്ങളിലൊക്കെ തൊട്ട് അതിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾക്ക് ടോയ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി ആ ടോയ് കുട്ടി എടുത്ത് കളിപ്പിച്ച് അതിൻ്റെ ബാക്ടീരിയ അതിൻ്റെ വയറ്റിലേക്ക് പോകാം. അങ്ങനെ ഇനി ഏറ്റവും പ്രധാനം ഒരു ഷിഗല്ലോസിസ് വന്ന രോഗി ഒരു വീട്ടമ്മയാണ്, വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു സിംറ്റം എഴുന്നേറ്റ് വീണ്ടും വന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കൈ വാഷ് ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് പടരും. ഇനി എങ്ങനെയാണ് ഷിഗല്ലോസിസിനെ പ്രതിരോധിക്കുന്നത്? വളരെ ഈസിയാണ്. കണ്ടാമിനേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. 1, രോഗിയായാലും അല്ലാത്തവരെല്ലാം വ്യക്തി ശുചിത്വം പാലിക്കുക.
കാരണം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റിൽ നിന്ന് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും നന്നായിട്ട് സോപ്പ് പതച്ച് 20 സെക്കൻഡ് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യണം. അത് എല്ലാവരും, രോഗി മാത്രമല്ല എല്ലാവരും, 2 തണുപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളം കണ്ടാമിനേറ്റ് ചെയ്യുന്നതിന് കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് തണുപ്പിച്ച ഫുഡ് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് തന്നെ ഉപയോഗിക്കുക. ഒരിക്കലും റാ ഫുഡ്സ് ഒഴിവാക്കുക. കാരണം സാലഡ് അതുപോലെ റോ ആയിട്ട് കഴിക്കുന്നതെല്ലാം ഒഴിവാക്കുക. പ്രോപ്പറായിട്ട് പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയാൽ നന്നായിട്ട് പ്രോപ്പറായിട്ട് കഴുകി ഉപയോഗിക്കാൻ ശ്രമിക്കുക. പാചകം ചെയ്ത ആഹാരം കൃത്യമായി അടച്ചു വയ്ക്കുക. അങ്ങനെ കൃത്യമായ വ്യക്തി ശുചിത്വം പാലിച്ചാൽ തീർച്ചയായിട്ടും ഷിഗലോസിസിനെ നമുക്ക് പ്രതിരോധിക്കാം. ഇനി എനിക്ക് ഒരു അഭ്യർത്ഥന എല്ലാവരോടും ഉള്ളത്, കാരണം നമ്മുടെ ഷിഗലോസിസ് വന്നു, ഹോസ്പിറ്റലൈസ് ചെയ്തു, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്ന് തൊട്ട് തന്നെ നമ്മൾ ജോലിക്ക് പോവുക അല്ലെങ്കിൽ ബാക്കി പ്രവൃത്തികളിൽ ഏർപ്പെടുക, അത് അരുതാണ്. കാരണം ഷിഗലോസിസ് വന്ന രോഗിക്ക് സിംറ്റംസ് മാറിയാലും മിനിമം 2 ദിവസമെങ്കിലും വിസർജനത്തിൽ കൂടെ ഷിഗല്ല ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആ ടൈമും കൂടി നമ്മൾ റെസ്റ്റ് എടുക്കണം. 2, നമുക്ക് വയറിളക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ലോമോട്ടിലോ അതുപോലുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാറുണ്ട്. അത് തികച്ചും ഷിഗല്ല ഇൻഫെക്ഷൻ അത് തികച്ചും ദോഷം ചെയ്യും. കാരണം വയറിളക്കം ഒന്ന് പിടിച്ചാലും ബാക്ടീരിയ അകത്ത് തന്നെയുണ്ട്. അതിൻ്റെ ടോക്സിൻസ് വീണ്ടും കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ഇനി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ ടേക്കേഴ്സോ ഒക്കെ ആണെങ്കിൽ തിരിച്ച് ജോലിക്ക് കയറണമെങ്കിൽ 2 തവണയെങ്കിലും മലം പരിശോധിച്ച് ഷിഗല്ല ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് അത്രയും ചെയ്യാൻ ഉള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. എങ്കിലും നമ്മൾ ആ ടൈം നമ്മൾ തന്നെ സ്വയം കൊടുത്ത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരി, കാണാം ഇനിയും. താങ്ക് യു ഫോർ ദി പേഷ്യൻ്റ് വാച്ച്.